ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്നും മടങ്ങുകയാണ്. ചർച്ചകൾ എങ്ങും എത്തിയില്ല. ഇറാനും യുഎസും ചർച്ചയിൽ ഒരു ധാരണയിലേക്കോ കരാറിലേക്കോ എത്താതെ തന്നെ അത് പരാജയമായി തന്നെ നിലനിൽക്കുകയാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ഇറാൻ യുഎസ് ചർച്ചയിൽ ട്രംപ് വിജയം ആഘോഷിക്കുമ്പോൾ ഏകദേശം 21 മണിക്കൂർ നീണ്ട മാരത്തോൺ ചർച്ച പരാജയമാണ് എന്ന് തുറന്ന് സമ്മതിച്ച് JD വാൻസ് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്നും മടങ്ങുകയാണ് എന്നതാണ് അദ്ദേഹം അവസാനമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാന വിഷയത്തിൽ ഇപ്പോഴും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നും ആണവായുധങ്ങൾക്കെതിരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഉറപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ കരാറുകളൊന്നും തന്നെ ഇല്ലാതെ തന്നെ യുഎസ് പ്രതിനിധി സംഘം നിരാശയായി തന്നെ മടങ്ങുകയാണ് എന്നതും ഇവിടെ JD വാൻസ് അറിയിക്കുകയാണ്. ഹോർമൂസ് ആണവ വിഷയങ്ങളിലെ യുഎസ് നിലപാട് അംഗീകരിക്കാനാകില്ല എന്നതാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. യുഎസിന്റെ കടുത്ത നിലപാടുകളാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമായതെന്നും ഇറാൻ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം JD വാൻസ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ഒരു ഉടമ്പടിയിലെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ദുഃഖകരമായ വാർത്ത. ഇത് അമേരിക്കയെക്കാൾ ഇറാനാണ് കൂടുതൽ ബാധിക്കുക എന്നത് ഞാൻ കരുതുന്നു. അതിനാൽ തന്നെ ഞങ്ങൾ ഒരു ഉടമ്പടിയിലേക്ക് എത്താതെ തന്നെ അമേരിക്കയിലേക്ക് മടങ്ങുകയാണ്. ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. ചർച്ചകളിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാനിലൂടെ തന്നെ അവരുടെ ഭാഗത്തു നിന്നല്ല. അവർ ഒരു അത്ഭുതകരമായ ജോലി ചെയ്തതായും ഇറാനികൾക്കും ഞങ്ങൾക്കും ഇടയിലുള്ള വിടവ് നികത്തി ഒരു കരാറിലെത്താൻ സഹായിക്കാൻ തീവ്രമായി തന്നെ ശ്രമിക്കുകയും ചെയ്തുവെന്നും ഞങ്ങളിപ്പോൾ 21 മണിക്കൂറായി തന്നെ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇറാനികളുമായി തന്നെ ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്തു. അതാണ് നല്ല വാർത്ത. ഞങ്ങൾക്കൊരു ഉടമ്പടിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ദുഃഖകരമായ മറ്റൊരു വാർത്ത. അമേരിക്കയുമായുള്ള ചർച്ചകൾ കരാറിലേക്ക് എത്താതെ അവസാനിച്ചതായി തന്നെ ഇറാനിയൻ വാർത്താ ഏജൻസികളും ഇപ്പോൾ സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ്. യുഎസിന്റെ അന്തിമമായ ആവശ്യങ്ങൾ, അന്തിമം മാത്രമല്ല വളരെയധികം അമിതമായ ആവശ്യങ്ങൾ പൊതുവായ ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്തുന്നതിന് തടസ്സമുണ്ടാക്കി എന്നതാണ് ഇറാൻ അധികൃതർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനൊടുവിലാണ് JD വാൻസ് ഇത്തരമൊരു പരാജയം ഇവിടെ ഉണ്ടായിരിക്കുന്നതായി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നതും. അതേസമയം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗത ആവശ്യങ്ങൾ, ഇറാന്റെ ആണവ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നും ഇറാൻ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ചർച്ച പരാജയപ്പെട്ടതോടുകൂടി തന്നെ ഇറാനും യുഎസും തമ്മിലുണ്ടായ 2 ആഴ്ചത്തെ വെടിനിർത്തലും ഇവിടെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ആയതിനാൽ തന്നെ ഇനി മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് ഈ ഒരു സംഘർഷം നീങ്ങുമോ എന്ന ചോദ്യം ഇപ്പോൾ വീണ്ടും ഉയർന്നു വരികയാണ്. വീണ്ടും ആശങ്കകൾ നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.